നിരപുരാതനവും നിത്യനൂതനവുമായ ഏലാനല്ലൂർ മഹിളമാക്കാവ് ഈ വരുന്ന 29-ാം തീയതി ഞങ്ങൾക്ക് മന്ത്രോപദേശിച്ചതായ കൊച്ചുപോറ്റി എന്ന സ്നേഹത്തോടുകൂടി വിളിക്കുന്നതായ വിഷുമതത്തിൽ പോയതായ ശങ്കരപ്പൻ്റെ മന്ത്രോപദേശത്തോടുകൂടി അച്ഛൻ ആയിട്ട് തുടർന്നതായ ഒരു തന്ത്രം ഉള്ളതായ ഒരു കാവ്. അവിടെ അനിയനും തൊട്ടു താഴെയുള്ള ഡോക്ടർ സുനന്ദനും എം.എൻ. നാരായണൻ നമ്പൂതിരിയും ഞാനും ഒക്കെ കൂടി വളരെ സ്നേഹപൂർവ്വം സുഹൃബന്ധങ്ങളെ പോലെ തന്നെ നടക്കുന്നതായ ഒരു കാവ്. വടക്കോട്ട് ദർശനമായിക്കൊണ്ട് അവിടെ നമ്മൾ ധാരാളം പൂങ്കാവനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂങ്കാവനങ്ങൾ നേരെ അവിടെ ഉണ്ടാകുന്ന ഫ്രണ്ടിലെ സ്ഥലം അത് അവർ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ വടക്കോട്ട് ദർശനമായിരിക്കുന്നതായ കാവിൽ കൃത്യമായ രീതിയിൽ തന്നെ പൂങ്കാവനങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ നമുക്കറിയാം പക്കോളി ക്ഷേത്രം മുതലായ നമ്മളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥകൾ നിലനിർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ധാരാളം ചെടികളടക്കം നമ്മൾ വെച്ച് പിടിപ്പിച്ച് വരികയാണ്. അവിടെ 29-ാം തീയതി വൈകിട്ട് നടക്കുന്നതായ ശുദ്ധി ക്രിയകൾ, അതുപോലെ തന്നെ വാസ്തുബലി, അതിനുശേഷം നിരവധി സ്കിൻ ഡിസീസ് അടക്കം നിരവധി സന്താന ദുരിതങ്ങളടക്കം മാറാനായിക്കൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് എം.എൻ. നാരായണൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ സർപ്പബലിക്ക് ശേഷം കൃത്യമായ രീതിയിൽ തന്നെ അത്താഴപൂജയ്ക്ക് ശേഷം കർത്താവിന് പൂജ, അതിനു മുമ്പായിക്കൊണ്ട് വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടെ ആരംഭിക്കുന്നതായ മഹാസർവൈശ്വര്യ പൂജ. ബ്രഹ്മശ്രീ ബിജു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തബലിസ്റ്റാണ് അദ്ദേഹം കീർത്തനങ്ങൾ ചൊല്ലുന്നതാണ്. അദ്ദേഹം അമൃതാനന്ദമയി ഭക്തനാണ്, നമ്മളുടെ കൂട്ടുകാരനാണ്. അങ്ങനെ ആ ബിജുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ മഹാസർവൈശ്വര്യ പൂജ. ഖായാമോ ധവളാകുണ്ടനും തേജോമയും നൈഷ്ഠിയും സ്നിഗ്ധാപാംഗവിലോകിയും ഭഗവതിയും മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃതവർഷിണിയും സുമധുരം സങ്കീർത്തനാലാപിനിയും ശ്യാമാംഗിയും മധുസത്വ സുത്യം അമൃതാനന്ദാത്മികാമീശ്വനും ലോകത്ത് നിമിഷമായ എന്ന ഒറ്റ നാമം കൊണ്ടുകൊണ്ട് ലോകത്തിലെ നെറുകയിൽ മുഴുവനും എല്ലാ ലോകത്തും സർവീശ്വര്യ പൂജ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചതായ അമൃതാനന്ദമയി ദേവി. അപ്പോൾ നമുക്ക് സർവൈശ്വര്യങ്ങൾ ധാനപ്രകാരമുള്ളതായ പാദ്യമേതാർക്കേ രാജവിനീതം മധുർക്കും ഹാരമിറ്റെന്നൊക്കെ നമ്മൾ ശങ്കില് വെള്ളത്തിലാണ് കൊടുക്കുന്നത്. പക്ഷേ സങ്കല്പത്തിൽ ഭഗവതി സ്വീകരിക്കുന്നുള്ള അർത്ഥത്തിൽ ദായനാനൊരു മഹാക്ഷേത്രത്തിൽ നടക്കുന്നതായ സർവൈശ്വര്യ പൂജ. അതിനുശേഷം പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിക്ക് മരങ്ങാട് കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം. അക്ഷദ്രവ്യ ഗണപതി ഹോമത്തിൽ ഗണപതി അവിടെ സ്വീകരിച്ചുകൊണ്ട് കർത്തപ്രസാദം നൽകിയതിന് ശേഷം പിന്നീട് കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വം നടക്കുന്നതായ വള്ളിമുട്ട എള്ളറുക പാലനെയ്യ് പാൽപ്പായസത്തോടുകൂടി നടക്കുന്നതായ പ്രത്യക്ഷ സ്വരൂപമായ മഹാദേവനെ ഇങ്ങനെ ഹോമം അർപ്പിക്കുമ്പോൾ അവിടെ ചന്ദ്രാത്രാഗ്നി വിലോചനം തലേനും പത്മത്യാന്തസ്വം മുദ്രാഭാസ വർഗാസൂത്രോത്സൽ പാണിം ഹിമാസുപ്രവും കോടീരന്തോളം സുധാപ്രദനും ഹാര അഹി ഭൂഷോജ്വലം കാന്ത്യ വിശ്വമോഹനും പശുപതിയും മൃത്യുഞ്ജയം ഭാവേ എന്ന ധ്യാനത്തോടുകൂടി മൃത്യുഞ്ജയത്തിന് ശേഷം അവിടെ എം.എൻ. നാരായണൻ്റെ നേതൃത്വത്തിൽ മണ്ഡപത്തിൽ 25 കലശ പൂജ നടക്കും. അതിനോടൊപ്പം തന്നെ പഞ്ചകന്യകൾക്കും കലശപൂജ നടക്കും. പഞ്ചകന്യകൾക്കുള്ള കലശം കുഞ്ഞിമാങ്കുളം ആറാടുമ്പോൾ അവിടെ എല്ലാ ചൈതന്യവും ഒന്നായിത്തീരുന്നു. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടളവിലുണ്ടായിരുണ്ടൽവത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കവർ അന്യം കൃപാവലികൾ ഉണ്ടാവണേ മരുത നാരായണായണമായ എന്ന് പാടിയതുപോലെ തന്നെ അവിടെ എല്ലാ ദേവീ ചൈതന്യങ്ങളും ഒന്നായിത്തീർന്നുകൊണ്ടതാ അവിടെ ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്നതായ മകൻതൊള്ളൽ അമ്മയുടെ പിറന്നാൾ പിറ്റേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ എം.എൻ. നാരായണ നേതൃത്വത്തിൽ നിൽക്കുന്ന പൂരം ഇടി വളരെ പ്രശസ്തമാണ്. വളരെ ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമല്ല പൂരം ഇടി എന്നുള്ളതായ തരത്തിൽ എന്ന് അത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കറിയാം. ആർക്കാമരപ്പൂക്കില, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മൂക്കാത്ത അടയ്ക്ക, വീട്ടില മുതലായ ചേർന്ന് ഇടിച്ചി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 ടിച്ച് പദം വരുത്തി ഭഗവതിക്ക് നേതൃക്കുന്നതായ അപൂർവ ക്ഷേത്രമായ ആനാനല്ലൂർ ഭഗവതി ക്ഷേത്രം, വലിയ ഗുരുതികൾ നടക്കുന്നതായ ക്ഷേത്രം. അപ്പോൾ ശതാധിത്രായ ദേവി ക്ഷേത്രം എന്നുള്ളതായ തത്വപ്രകാരം അവിടെ സർപ്പ കാവുകളിൽ 100 പാലും നടക്കും. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അന്നൊരു പ്രദോഷം കൂടിയാണ്, പ്രദോഷ ദിവസവും കൂടിയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ 30-ാം തീയതി ഉള്ള പ്രത്യേകത പ്രദോഷ ദിവസം കൂടിയാണ് എന്നർത്ഥം. അപ്പോൾ മഹാദേവനും തൃപ്തികരമായ രീതിയിൽ മഹാദേവൻ്റെ മകൾ തന്നെയാണല്ലോ ഭദ്രകാളി ദേവി.
അവിടെ പ്രത്യേക ധ്യാനമാണ്. രക്താംഗി രക്തവസ്ത്രം എന്നുള്ളതായ ശങ്കരപ്പൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതായ ആ ഒരു ഒന്നോടുകൂടി ഒന്നുമില്ലാത്ത കാലത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ആനപ്പുറത്തും ഞങ്ങൾ തന്നെ തന്ത്രിമാരാണ് ആനപ്പുറത്തും കയറാറ് ഞങ്ങൾ തന്നെയാണ്. പായസം ഉണ്ടാക്കാൻ ഞങ്ങൾ, അപ്പോൾ കടുപായസം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കണം, അപ്പം ഉണ്ടാക്കാൻ സഹായിക്കണം, അതുപോലെ സദസ്യം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ അത്യാവശ്യം വരുമാനമായി ധാരാളം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിരവധി മേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ അനുഗ്രഹ സക്രിയ വർദ്ധിപ്പിക്കുന്നതായ ഒരു കാവ് ഏനാനല്ലൂർ മഹിളമാർ കാവായിട്ട് തന്നെ സംരക്ഷിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ചുകൊണ്ട് നിരവധി പൂന്തോട്ടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റുമുള്ളതായ സ്ഥലങ്ങൾ നമ്മൾ ലീസിന് കൊടുത്തിരിക്കുകയാണ്, കൃഷി ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കൃഷി ഇതിൽ നിന്നുണ്ടായ കഴിഞ്ഞ വർഷമൊക്കെ പൈനാപ്പിളിനൊക്കെ കൃഷി ചെയ്ത നിസ്സാര വരുമാനം, പക്ഷേ ആ സ്ഥലങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നതായ 2 ക്ഷേത്രങ്ങളാണ് വക്കോളി ക്ഷേത്രവും അതുപോലെ തന്നെ ഏനാനല്ലൂർ മഹിളമാർ ക്ഷേത്രവും. അവിടെ കായിക അധ്വാനത്തിന് പ്രാധാന്യം. അവിടെ കല്ല് ഒരിക്കുന്നതിന് വേറെ പുറമേ നിന്ന് ആളെ വിളിക്കുന്നില്ല. മണ്ണെടുക്കുന്നതൊക്കെ അവിടുത്തെ അമ്മമാരും അവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി, കുഞ്ഞു കുട്ടികളെ അടക്കം ഒരുമിച്ച് കൂടി തന്നെ മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ ടൈല് വിരിച്ചത്, നമുക്ക് നടന്ന് കയറാനായിക്കൊണ്ട്. അപ്പോൾ അവിടെ പാലം പണി വന്നിരുന്നു. അതിനുള്ളതായ റോ മെറ്റീരിയൽസ്, സിമെൻറ്റ്, അതിന് പണിക്കൊക്കെ കൂടിയത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ കായിക അധ്വാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്നർത്ഥം. ഒരു ദിവസം എത്ര രൂപ വേണം പണിക്കൂലി? ഇന്നത്തെ ചിലവനുസരിച്ച് 2000-ഓളം പണിക്കൂലി ചിലവെന്ന സമയത്ത് വളരെ കായിക അധ്വാനത്തിലൂടെ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതായ ഒരു കാവ്. ആൾത്തറയൊക്കെ വളരെ മോശമായിരുന്നു. ആൾത്തറയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് അവിടെ ആൾത്തറയും കെട്ടി സംരക്ഷിക്കുന്നു. ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നതായ ഒരിലയെങ്കിലും അനങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒന്ന് ആല് മാത്രമേ ഉള്ളൂ, ലോകത്തെ ഏറ്റവും ഓക്സിജൻ പുറത്തു വിടുന്നതായ. അപ്പം അങ്ങനെ ഇപ്പം ഓക്സിജൻ കിട്ടില്ല, ചൂട് കൂടിയിട്ട്. അപ്പം ഓക്സിജൻ പുറത്തു വിടുന്നതായ ഒന്ന് എപ്പോഴും ഒരാലിൻ്റെ ഇലയെങ്കിലും, ആലിൻ്റെ പ്രത്യേകത ഇല അനങ്ങിക്കുന്നു. ശബരിമലയിൽ ധാരാളം ആൾക്കാർ ആടിയിൽ അവിടെ കൊണ്ട് തേങ്ങ ഹോമിച്ചിട്ട് ഒരില പോലും കരിയുണ്ടോ അവിടെ? എത്ര ഉയരത്തിലാണ് അവിടെ പൊങ്ങുന്നത്. അപ്പോൾ ആലിനെ സംരക്ഷിച്ചുകൊണ്ട്, അത് ആലിനെ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപയ അഗ്നേന്തോ ശിവരൂപായ എന്നുള്ളതായ ശ്ലോകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആലിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ആദ്യം 7 ആലിന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം എന്തു ചെയ്യണം? ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക. ആദ്യം ഉപദേവന്മാരെയാണ് തൊഴേണ്ടത്. ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു ഭഗവതിയെ, ഒരു രക്ഷകയെ, ഒരു അമ്മയെ തൊഴേണ്ടത് എങ്ങനെയാണ്? ആദ്യം പതുക്കെ ആലിൻ്റെ പ്രദക്ഷിണം വെച്ചതിന് ശേഷം അവിടെ സർപ്പക്കാവിലെത്തതിന് ശേഷം പ്രദക്ഷിണം വെച്ച് കർത്താവിനെ തൊഴുതിന് ശേഷം തിരിച്ച് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഭഗവതിയെ തൊഴുക. അങ്ങനെയാണ് വേണ്ടത്. ക്ഷേത്രങ്ങൾ ആദ്യം ഓടിച്ചെന്ന മെയിൻ ദേവിയോ അല്ലെങ്കിൽ ദേവനെ തൊഴുകയല്ല വേണ്ടത്. ആദ്യം ഇവരെല്ലാവരെയും ഇഷ്ടപ്രകാരം പ്രദക്ഷിണം വയ്ക്കുകയാണ് അർത്ഥം. നടക്കാത്തതിൻ്റെ കുറവാണ് എല്ലാവർക്കും. ഒരു സ്റ്റെപ്പ് പോലും പലർക്കും നടക്കാൻ പറ്റില്ല. നടക്കണം. അങ്ങനെ നടന്ന് അടിപ്രദക്ഷിണം വെച്ചുകൊണ്ട് ധാരാളം അലങ്കാരങ്ങളും ധാരാളം മാലകളും, അതുപോലെ തന്നെ അവിടെ കരകിടം സന്തോഷം അദ്ദേഹത്തിൻ്റെ മാരാരുടെ ഏട്ടൻ നടത്തുന്നതായ കളംപൂജ, അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പിടിച്ച സുധി നമ്പീശൻ എല്ലാം തരം ഒലിക്കത്തിന് വിളക്കൊടിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം വളരെ ശുദ്ധത്തോടെ ഗായത്രി ജപത്തോടു കൂടി വളരെ ശുദ്ധം പ്രമാണിച്ചുകൊണ്ട് വിളക്കൊടിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പോൾ സുധി നമ്പീശൻ അടക്കം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നതായ അപൂർവ കാവായ ഏനാനല്ലൂർ മഹിളമാർ കാവ് ക്ഷേത്രത്തിലെ അമ്മയുടെ പിറന്നാളിലേക്ക് അത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ എരുതര വരുന്നവർക്ക് മകൻ തോന്നുന്ന നേരം എന്ത് സംഭവിക്കുന്നു? അവിടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ധാരാളം താലികളും ചാർത്തി ഉഗ്രമൂർത്തിയും, ഒരേ അർത്ഥത്തിൽ തന്നെ ഉഗ്രമൂർത്തിയും ഒരേ അർത്ഥത്തിൽ തന്നെ അനുഗ്രഹ കലയുമുള്ളതായ വേറൊരു ഭദ്രകാളി ക്ഷേത്രം കാരിക്കോട്ടമ്മയുടെ ഒപ്പം, ഞങ്ങളുടെ പ്രദേവതാ ക്ഷേത്രമായ കാരിക്കോട്ടമ്മയുടെ ഒപ്പം നിൽക്കുന്നതായ മുത്തപ്പൻ അവിടെ 36 വർഷം ഉപാസിച്ച് അവിടെ പരദേവതയായതാണ് കരിക്കോട്ട്. അതുപോലെ തന്നെ ഏകദേശം തുല്യശക്തിയായി കാരിക്കോട്ടമ്മയുടെ ഒപ്പം എത്തുന്നതായ ഏനാനല്ലൂർ മഹിളമാർ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ കുടുംബാംഗങ്ങൾ, പരമാവധി കുടുംബാംഗങ്ങൾ അവിടെ ഈ വർഷം സഹകരിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൂടി അവിടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ തന്ത്രിയുടെ പ്രിയപത്നി സജിത നാരായണനും ഒക്കെ അവിടെ ഉത്സവത്തിന് ഉത്സാഹിക്കാൻ ഈ തവണ ഉണ്ടാവും എന്നുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബവും കൂടി ഈ തവണ അവിടെ സഹകരിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഉത്സവം, നല്ലൊരു അനുഗ്രഹ ശക്തി അമ്മയുടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.